നമസ്കാരം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ബാങ്കിംഗ് രംഗത്ത് ഒരുപാട് മലയാളികൾ പ്രവർത്തിക്കുന്നുണ്ട്. സിഇഒമാരായിട്ടും ഡയറക്ടർമാരായിട്ടും ഒക്കെ തന്നെ വിവിധ ലോക ബാങ്കുകളിൽ പോലും മലയാളികൾ പ്രവർത്തിക്കുന്നു. ഇക്കൂട്ടത്തിലേക്ക് ഒരു പ്രമുഖ സ്വകാര്യ ബാങ്കിന്റെ ഉന്നത പദവിയിലേക്ക് ഒരു മലയാളി കൂടി എത്തുകയാണ്. കോഴിക്കോട് സ്വദേശി പ്രവീൺ അച്യുതൻകുട്ടിയാണ് പ്രമുഖ പുതുതലമുറ ബാങ്കായ ഡെവലപ്മെന്റ് ക്രെഡിറ്റ് ബാങ്ക് DCBയുടെ തലപ്പത്തേക്ക് എത്തുന്നത്. പ്രവീണിനെ DCBയുടെ MDയും CEOയുമായി നിയമിക്കാൻ റിസർവ് ബാങ്ക് അനുമതി നൽകി. ഏപ്രിൽ 29 മുതൽ 3 വർഷത്തേക്കാണ് നിയമനം. ബാങ്കിംഗ് രംഗത്ത് 32 വർഷത്തെ പ്രവർത്തന പരിചയവുമായിട്ടാണ് പ്രവീൺ പുതിയ പദവിയിലേക്ക് എത്തുന്നത്. നിലവിലെ മാനേജിംഗ് ഡയറക്ടറും CEOയുമായ മുരളി നടരാജന്റെ പിൻഗാമിയായിട്ടാണ് പ്രവീൺ നിയമിക്കപ്പെടുന്നത്. പുതിയ സ്ഥാനലബ്ധിയിൽ സന്തുഷ്ടനാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. പ്രമുഖ ബാങ്കറാണെങ്കിലും തനി കോഴിക്കോട്ടുകാരനാണ് പ്രവീൺ. കോഴിക്കോട് ചാലപ്പുറം ആനോത്ത് അച്യുതൻകുട്ടിയുടെയും ലക്ഷ്മിയുടെയും മകൻ. പഠിച്ചത് കോഴിക്കോട്ട്. പ്രവീൺ അച്യുതൻകുട്ടി ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്ന് ബിരുദം നേടി. തുടർന്ന് ട്രിച്ചി BIM കോളേജിൽ നിന്ന് MBA പൂർത്തിയാക്കി. ഇതിനുശേഷമാണ് ബാങ്കിംഗ് രംഗത്തേക്ക് ചുവടുവെച്ചത്. 91-ൽ സ്വകാര്യ ബാങ്കായ സിറ്റി ബാങ്കിൽ ചേർന്നാണ് ബാങ്കിംഗ് കരിയർ തുടങ്ങിയത്. അതിവേഗം തന്നെ അദ്ദേഹം പടിപടികളായി ഉയർന്നു. ന്യൂയോർക്ക്, കാനഡ എന്നിവിടങ്ങളിൽ NRI ബിസിനസ് വിഭാഗത്തിലായിരുന്നു പ്രവർത്തനം. ഇതിനുശേഷം 2007-ൽ DCBയിലെത്തി. നിലവിൽ SME, റീറ്റെയിൽ ബാങ്കിംഗ്, കാർഷിക വായ്പാ വിഭാഗങ്ങളുടെ ചുമതല വഹിക്കുന്നു. ഈ രംഗത്ത് മികവ് പുലർത്തിയതും മാനേജ്മെന്റ് രംഗത്തെ മികവുമാണ് അദ്ദേഹത്തെ MD പദവിയിലേക്ക് ഉയർത്തുന്നതിലും നിർണായകമായത്. വിവിധ പദ്ധതികളുമായി കേരളത്തിലേക്കും കൂടുതൽ ചുവടുവയ്പുകൾ നടത്താനാണ് DCB ഒരുങ്ങുന്നത്. തിരുവനന്തപുരത്തടക്കം കൂടുതൽ മേഖലകളിലേക്ക് ബാങ്കിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കും. മാർച്ച് മാസത്തിന് മുൻപായി തിരുവനന്തപുരത്ത് ബാങ്കിന്റെ ശാഖ പ്രവർത്തനം തുടങ്ങുമെന്ന് നിയുക്ത മാനേജിംഗ് ഡയറക്ടറും CEOയുമായ പ്രവീൺ പറയുന്നു. 2013-14 കാലത്ത് കൊച്ചിയിൽ പ്രവർത്തനം തുടങ്ങിയ ബാങ്കിന് കേരളത്തിൽ തൃശൂർ, കോഴിക്കോട്, കോട്ടയം എന്നിവിടങ്ങളിലായി 4 ശാഖകളാണ് ഉള്ളത്. വർഷം 30 ശാഖകൾ വീതം പുതുതായി തുറക്കാനാണ് ബാങ്കിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നിലവിലെ MDയും CEOയുമായ മുരളി നടരാജന്റെ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ടാണ് തന്റെ പ്രവർത്തനങ്ങൾ എന്ന് നിയുക്ത CEO പറയുന്നു. ചെറുകിട വ്യവസായ മേഖലയിലാണ് കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഭാവിയിലും ഇത് തുടരും. ഇതോടൊപ്പം ഡിജിറ്റൽ ബാങ്കിങ്ങിനും സാങ്കേതിക വിദ്യകൾ നടപ്പിലാക്കുന്നതിനും പ്രാധാന്യം നൽകുമെന്നും പ്രവീൺ പറയുന്നു. നിലവിൽ ഡിജിറ്റൽ ബാങ്കിംഗ് രംഗത്ത് DCB മികച്ച മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ശാഖകളിൽ എത്താതെ അക്കൗണ്ട് തുടങ്ങാനും വിദേശത്തേക്ക് പണം അയക്കാനുമെല്ലാം സൗകര്യമുണ്ട്. 5 ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപത്തിന് അതേ തുകയ്ക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷ നൽകിക്കൊണ്ടുള്ള സുരക്ഷാ ഡിപ്പോസിറ്റ് പദ്ധതി, കറണ്ട് അക്കൗണ്ട് നിക്ഷേപങ്ങൾക്ക് പലിശ ലഭ്യമാക്കാൻ സഹായിക്കുന്ന DCB ബിസിനസ് സേവർ അക്കൗണ്ട് എന്നിങ്ങനെ ആകർഷകമായ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. ശ്യാമളയാണ് പ്രവീൺ അച്യുതൻകുട്ടിയുടെ ഭാര്യ. മൂത്ത മകൾ നമ്രതയും തിരഞ്ഞെടുത്തത് ബാങ്കിംഗ് രംഗം തന്നെയാണ്. പ്രമുഖ ധനകാര്യ സ്ഥാപനമായ JP മോർഗനൊപ്പം ലണ്ടനിലാണ് നമ്രത. രണ്ടാമത്തെ മകൾ നിത്യ ഹ്യൂമൻസ് ഓഫ് ബോംബെ എന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്നു. ഏപ്രിൽ 29-ന് പ്രവീൺ അച്യുതൻകുട്ടി DCB മാനേജിംഗ് ഡയറക്ടറും CEOയുമായി ചുമതലയേൽക്കും.